രാഹുൽ ഗാന്ധി എന്തുകൊണ്ടും പ്രധാനമന്ത്രിയാകാൻ യോഗ്യനെന്ന് സാം പിത്രോദ. പക്ഷെ ഇതല്ല അതിന്റെ ന്യൂസ് വാല്യൂ. സാം പിത്രോദയുടെ ആ വാക്കുകൾ അതേപോലെ സർക്കാസമില്ലാതെ, വ്യംഗ്യമില്ലാതെ അല്ലെങ്കിൽ പരിഹാസമില്ലാതെ ജനം TV കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും സാം പിത്രോദയും ജനം TVയെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ എടുക്കുക. നമസ്കാരം. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെയുണ്ട്. കോൺഗ്രസിൻ്റെയാണ് ജയ്ഹിന്ദ്, അതേപോലെ RSS BJPയുടെയാണ് ജന്മഭൂമിയും നമ്മുടെ ജനം TVയും ഒക്കെ, ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് കൈരളി. പലപ്പോഴും ഇവർ തങ്ങളുടെ അല്ലെന്ന് പറയുമെങ്കിലും ഇതിൻ്റെ എഡിറ്റോറിയൽ പൊസിഷൻസിൻ്റെ എല്ലാം എപ്പോഴും നിലപാട് രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെയാണ്. അതിൽ യാതൊരു തെറ്റുമില്ലതാണ്. അങ്ങനെ അവരുടെ മാധ്യമങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ലോകത്തിലെത്തിക്കാൻ മാധ്യമങ്ങളുണ്ട്. പലപ്പോഴും രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ആഴ്ച ജന്മഭൂമി ടാർഗറ്റ് ചെയ്യുകയും രാഹുലിന് 2 ഭാര്യമാരും 2 കുട്ടികളും ഉണ്ടെന്നൊക്കെ വ്യാജ വാർത്ത പലപ്പോഴും കൊടുത്തിരുന്നു. അതിനെ നമ്മൾ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ജനം TV എന്നാൽ വളരെ നന്നായി തന്നെ, അതായത് പ്രത്യേകിച്ച് പരിഹാസമോ ആക്ഷേപമോ ഒന്നും ഇല്ലാതെ സാം പിത്രോദ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കൊടുത്ത വാക്കുകൾ ജേർണലിസ്റ്റിന് അഭിനന്ദനാർഹം തന്നെയാണ്. അവരുടെ നിലപാടിനോട് കടകവിരുദ്ധമായ അഭിപ്രായമുള്ള ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോട് നേരെ വിയോജിക്കുന്നതാണ് ജനം. പക്ഷേ ജനം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അവരുടെ വെബ്സൈറ്റിലെ ഫ്രണ്ട് പേജിൽ സാം പിത്രോദ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ്. രാജീവ് ഗാന്ധിയുടെ DNA ഉണ്ട്. രാജീവ് ഗാന്ധിയേക്കാൾ ബുദ്ധിമാനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം നല്ലൊരു സ്ട്രാറ്റജിസ്റ്റ് കൂടെയാണ്, ഡീപ്പ് തിങ്കറാണ് എന്നൊക്കെയുള്ള സാം പിത്രോദയുടെ വാക്കുകൾ ജനം ഓൺലൈനിലും ജനം വെബ്സൈറ്റിലും കണ്ടതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തും. അങ്ങനെ തന്നെ വേണം നമ്മുടെ രാഷ്ട്രീയം. അതായത് നാളെ കൈരളിയോ ദേശാഭിമാനിയോ അല്ലെങ്കിൽ വീക്ഷണമോ കോൺഗ്രസിന്റെ വീക്ഷണമോ ജയ്ഹിന്ദോ അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയും നമ്മുടെ BJPക്കാരുടെ ജന്മഭൂമി RSSന്റെയാണ്, അതേപോലെ കോൺഗ്രസിന്റെ ജയ്ഹിന്ദ് വീക്ഷണം, കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശാഭിമാനി, ചിന്ത, കൈരളി, ഇവരെല്ലാം പ്രതിപക്ഷ ബഹുമാനം തുളുമ്പുന്ന രീതിയിൽ, സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെ വാർത്തകൾ കൊടുക്കണം. നിലപാടുകളെ എതിർക്കാം, നയങ്ങളെ എതിർക്കാം, അതിശക്തമായി വിമർശിക്കാം. അതോടൊപ്പം മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒപ്പിയെടുക്കാനുള്ള ഒരു പക്വത നമ്മുടെ ആൾക്കാർ കാണിക്കണം. അവിടെയാണ് ദി ഹിന്ദു പത്രത്തിൽ സിദ്ധാർത്ഥ് വരദരാജൻ അതിന്റെ എഡിറ്ററിന് പുറത്തു പോകേണ്ടി വന്നത്. നരേന്ദ്രമോദി 2013 വലിയ രീതിയിൽ വളർന്നു വരികയാണ്. നരേന്ദ്രമോദിയെ വേണ്ട രീതിയിൽ കവർ ചെയ്തില്ല എന്ന് ദി ഹിന്ദു പത്രത്തിൽ തോന്നുകയുണ്ടായി. ദി ഹിന്ദു ഒരു ലെഫ്റ്റ് ലിബറൽ പത്രമാണ്, നരേന്ദ്രമോദി ഒരു റൈറ്റ് കൺസർവേറ്റീവ് പേഴ്സൺ ആണ്. എന്നിരുന്നാലും ഫെയർനെസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു കുതിപ്പിന്റെ അവസ്ഥയിലാണ്. ആ കുതിപ്പിനെ കറക്റ്റായി മനസ്സിലാക്കി ജനത്തിൽ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനെന്ന് സാം പിത്രോദ പറഞ്ഞ വാർത്ത കൊടുക്കുന്നത് മാധ്യമധർമ്മമാണ്. ഇത്തരം നന്മകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എപ്പോഴും അടിയും തിന്മയും കുറ്റവും പറയുന്നതിന് പകരം BJP നല്ലത് ചെയ്താലും അതിനെ നല്ലതെന്ന് പറയണം, കോൺഗ്രസ് ചെയ്താലും നല്ലതെന്ന് പറയണം, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും നല്ലതെന്ന് പറയണം, AP ചെയ്താലും നല്ലതെന്ന് പറയണം. ഇനി അവർ തെറ്റ് ചെയ്താൽ അതേപോലെ കുറ്റവും പറയണം. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനെന്ന സാം പിത്രോദയുടെ വാക്കുകൾ ജനത്തിൽ കണ്ടതിലെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതേപോലെ ആകട്ടെ നമ്മുടെ മാധ്യമങ്ങൾ, ഇതേപോലെ ആകട്ടെ നമ്മുടെ രാഷ്ട്രീയം. പരസ്പര ബഹുമാനവും യോജിക്കുമ്പോൾ, അല്ലെങ്കിൽ ലെറ്റ് us disagree but not disrespect, let us disagree but never disrespect. അതാണ് ഡെമോക്രസി. ഇത്ര മാത്രമേ ഉള്ളൂ ജനാധിപത്യം. ഡിസഗ്രീയിങ് വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്. ആ ഡെമോക്രസിയെ ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകട്ടെ. വിയോജിക്കുമ്പോഴും പരസ്പര വിരോധമോ അല്ലെങ്കിൽ ബഹുമാനക്കുറവോ ഇല്ലാതെ വിയോജിക്കാൻ നമുക്കാകട്ടെ. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.